മഹാരാഷ്ട്രയിൽ 20 വർഷത്തിന് ശേഷം ഒന്നിച്ച താക്കറെകൾ. മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ ശിവസേനയും MNSും സഖ്യമായി മത്സരിക്കും. സംയുക്ത വാർത്താ സമ്മേളനത്തിലാണ് ഉദ്ധവ് താക്കറെയും രാജ് താക്കറെയും सख्यप्रख्यापन നടത്തിയത്. आज फक्त आपल्या समोर एकच गोष्ट मी आपल्याला सांगू इच्छितो की बरेच दिवस याची प्रतीक्षा महाराष्ट्र करत होता की शिवसेना आणि महाराष्ट्र नवनिर्माण सेनेची युती झाली हे आज आम्ही आपल्याला जाहीर करत आहोत. രാകേഷ് വിവരങ്ങളുമായി ചേരുന്നു. രാകേഷ്, മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിൽ എത്രത്തോളം നിർണായകമാണ് ഈ തീരുമാനം? അതേ ശ്രുതി, 2 പതിറ്റാണ്ടുകൾക്ക് ശേഷം ടാക്കറെകൾ ഒന്നിക്കുന്നു എന്നത് മഹാരാഷ്ട്ര രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം നിർണായകം തന്നെയാണ്. കാരണം ബാൽ താക്കറയുടെ പിൻഗാമിയായി ഒരു കാലത്ത് വിശേഷിക്കപ്പെട്ടിരുന്ന നേതാവാണ് രാജ് ടാക്കറെ. പക്ഷേ അദ്ദേഹത്തിനെ പാർട്ടിയിൽ തന്നെ ഒതുക്കുന്നു എന്ന തോന്നലുണ്ടാവുകയും 2005 അദ്ദേഹം ശിവസേനയിൽ നിന്ന് പുറത്തു പോവുകയും ചെയ്തു. തുടർന്നാണ് MNS എന്ന് പറഞ്ഞ രാഷ്ട്രീയ കക്ഷി രൂപീകരിക്കുന്നത്. ഈ കാലങ്ങളിലെല്ലാം തന്നെ ഇവർ പരസ്പരം ഏറ്റുമുട്ടുന്നതായിരുന്നു മഹാരാഷ്ട്ര രാഷ്ട്രീയമെങ്കിൽ ഇപ്പോൾ 20 വർഷത്തിന് ശേഷം മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ 2 പാർട്ടികളും ഒന്നിക്കുന്നു എന്ന് തന്നെയാണ് അതിൻ്റെ രാഷ്ട്രീയ പ്രാധാന്യം. ഇന്ന് 2 നേതാക്കളും സംയുക്ത വാർത്താ സമ്മേളനം നടത്തിക്കൊണ്ടാണ് സഖ്യ പ്രഖ്യാപനം നടത്തിയത്. അതിനു മുൻപ് ശിവാജി പാർക്കിൽ ബാൽ താക്കറയുടെ സ്മൃതി മണ്ഡപത്തിൽ 2 നേതാക്കളും പുഷ്പാർച്ചന നടത്തി. അതിനുശേഷമാണ് സംയുക്ത വാർത്താ സമ്മേളനം നടത്തിയത്. ഈ വാർത്താ സമ്മേളനത്തിൽ രാജ് താക്കറെയാണ് സഖ്യമായി തെരഞ്ഞെടുപ്പിലേക്ക് പോകുമെന്ന പ്രഖ്യാപനം നടത്തിയത്. മാത്രവുമല്ല, എല്ലാ എതിർപ്പുകളേക്കാൾ ഉപരിയാണ് മഹാരാഷ്ട്ര എന്ന വികാരം എന്നുകൂടി രാജ് ടാക്കറെ വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നു. ഏതായാലും 227 വാർഡുകളിലേക്കാണ് മഹാരാഷ്ട്ര മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതിൽ 150 സീറ്റുകളിൽ ശിവസേനയും ബാക്കിയുള്ള ഏതാണ്ട് 77 സീറ്റുകളിൽ MNSും മത്സരിക്കും. ആ പ്രഖ്യാപനം നടത്തിയില്ല. പക്ഷേ അത്തരമൊരു ധാരണയിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. അത് കേവലം മുംബൈയിൽ മാത്രം ഒതുങ്ങുന്നതല്ല, നാസിക്കിലും സഖ്യമായിരിക്കുമെന്നാണ് ഇപ്പോൾ രാജ് ടാക്കറെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ശരത് പവാറിൻ്റെ NCPയുമായി ചർച്ചകൾ നടക്കുകയാണെന്നും 2 നേതാക്കളും പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായും കഴിഞ്ഞൊരു 40 വർഷത്തെ BMCയുടെ ചരിത്രമെടുത്ത് നോക്കി കഴിഞ്ഞാൽ അതിൽ 30-ലധികം വർഷം അത് ഭരിച്ചിട്ടുള്ളത് ശിവസേനയാണ്. കഴിഞ്ഞ തവണയും 2017 ഏറ്റവും അവസാനം തെരഞ്ഞെടുപ്പ് നടന്ന അന്നും ശിവസേനയാണ് ഏറ്റവും വലിയ കക്ഷിയായത്. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന നഗരപഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളൊക്കെ തന്നെ വലിയ തിരിച്ചടി അവർക്കുണ്ടായി. ഏതായാലും ഈ സാഹചര്യത്തിൽ തന്നെയാണ് സഖ്യപ്രഖ്യാപനം എന്നുള്ളതുകൂടി നിർണായകമാണ്. ഏതായാലും അടുത്ത മാസം 15-ാം തീയതിയാണ് BMC തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത്.